മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ പ്രകൃതിയും ഈ സൃഷ്ടിയും ദൈവത്തെ അനുസരിക്കുന്ന ചരിത്രമാണ് യോനയുടെ ചരിത്രം. You know, when this whole creation believes in God, obeys God, but man is the only creature which disobeys God. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ദൈവം തൻ്റെ പ്രവൃത്തികളും പ്രവർത്തനങ്ങളും പ്രകൃതിയിൽ കൂടെയും ഒക്കെ ദൈവം എല്ലാ കാലങ്ങളിലും ചെയ്യിക്കുന്നവനാണ് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് യോനയുടെ പുസ്തകം. Though man moves away from God, God does His will and His purpose through the creation which God has created in times past by. നിയോഗത്തിൽ നിന്നും മിഷനിൽ നിന്നും ദൈവത്തിന്റെ ദൗത്യത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന മനുഷ്യന്റെ ചരിത്രമാണ് യോന നമ്മെ പഠിപ്പിക്കുന്നത്. John is teaching us about man who is hiding from the responsibility or hiding from the mission which God has created for humankind. എന്നാൽ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, God appointing some of the creatures, ദൈവം പ്രകൃതിയിൽ ചിലതിനെയൊക്കെ കൽപ്പിക്കുകയാണ്. And what we see here is we see God commanding some of the creatures to fulfill His purpose. പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന 4 അധ്യായങ്ങളിൽ കാണുന്നത് God appointed a great fish, ദൈവം വലിയൊരു മത്സ്യത്തെ കൽപ്പിച്ച് ആക്കുന്നു. We see here God appointed a fish to fulfill His purpose. ദൈവം കൽപ്പിക്കുകയാണ് വലിയ കാറ്റ് സമുദ്രത്തിന്റെ മേൽ അടിക്കുവാനായി. God is commanding the winds to hit on the waters. 3-ാം അധ്യായവും 4-ാം അധ്യായവും പഠിക്കുന്ന സന്ദർഭത്തിൽ ദൈവം കൽപ്പിച്ചിട്ട് ഒരു ആവണക്ക് മുളച്ചു വരികയാണ്. In 3rd chapter, 4th chapter we see a plant is being created by the commandment of God. വീണ്ടും അവിടെ കാണുന്നത് ദൈവം കൽപ്പിച്ചിട്ട് ആ ആവണക്കിനെ ഇല്ലാതാക്കുവാൻ ഒരു പുഴുവിനെ നിർമ്മിച്ചാക്കുകയാണ്. After that we see that God commands a worm to come and eat up this plant. മനുഷ്യൻ അനുസരിക്കാതിരിക്കുമ്പോൾ അനുസരിക്കുന്ന പ്രകൃതിയുടെ ചരിത്രം വിവരിക്കുന്ന മനോഹരമായിരിക്കുന്ന പുസ്തകമാണ് യോനയുടെ പുസ്തകം. When man decides to disobey, hallelujah, the book of Jonah teaches us how creatures obey the word of God. God has creatures in the sea, God has creatures on the earth to fulfill His purpose with. 4-ാമത്തെ അധ്യായത്തിൽ താൻ ദൈവത്തിൽ നിന്നും ഓടിപ്പോകുന്ന യോനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Chapter 1 we see somebody running away from God. ദൈവത്തിൽ നിന്നും ഓടിപ്പോകുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അവൻ താഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. The one who runs away from God is always traveling downwards. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദപ്രയോഗം ഇങ്ങനെയാണ്: he went down to Joppa. അവൻ ജോപ്പയിലേക്ക് went down, ഇറങ്ങിപ്പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. The word of God says he went down to Joppa. അതിനുശേഷം ജോപ്പയിൽ താൻ ചെന്നതിന് ശേഷം ഒരു ഷിപ്പ് കണ്ടിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്: he went down to the lower deck of the ship എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. There he goes and finds a ship and he goes to the lowermost deck of the ship. അപ്പോൾ ജോപ്പയിലേക്ക് താഴേക്ക് ഇറങ്ങിപ്പോയി. മാത്രമല്ല, he went down to Joppa. Not only that, താൻ അവിടെ നിന്നും താൻ കയറിയ ഷിപ്പിന്റെ അടിത്തട്ടിലേക്ക് താൻ പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. And the ship which he got onto, he made sure he went to the right to the bottom of the ship too. വീണ്ടും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരെല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തെ വെള്ളത്തിലേക്ക് എടുത്തിട്ട് he went down into the river, സമുദ്രത്തിലേക്ക് എറിഞ്ഞു. After that we read that all the people in the ship, they decided to throw him into the water, so he went down into the water. 1-ാം അധ്യായം അവസാനിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് he went down into the belly of a fish, ഒരു ഫിഷിന്റെ ഉദരത്തിലേക്ക് താൻ പ്രവേശിച്ചു. By the end of that chapter 1 we can read that he went down to the belly of the fish. That's how low he went. ഇന്ന് ശ്രദ്ധിക്കുക, sin is a descending process. ദൈവത്തിൽ നിന്ന് അകലുന്ന വ്യക്തി താഴേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. The one who is running away from God, remember, sin is a descending process. You go down, 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 down. 8-ാമത്തെ അധ്യായത്തിൽ 8 വാക്യങ്ങളിലായിട്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് യോന പ്രാർത്ഥിക്കുകയാണ്. In chapter 2 in 8 verses he prays a blessed prayer in the belly of a fish. കാരണം ഈ പ്രവാചകനായിരിക്കുന്ന യോന ഇപ്പോൾ രക്ഷപ്പെടാൻ കഴിയാത്ത ഏറ്റവും പരിതാപകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. Because he is in a very very difficult position in his life. അവിടെ താൻ പറയുന്നു, എന്റെ കഷ്ടത നിമിത്തം ഞാൻ യഹോവയോട് നിലവിളിച്ചു. In my deepest troubles I call unto the Lord. ഇപ്പോൾ ദൈവ
ദൈവം കൽപ്പിച്ചതാക്കിയതാണോ എന്നൊന്നും യോനായ്ക്ക് അറിയത്തില്ല. You ഇത് know, Jonah doesn't know that this provision is of God. മത്സ്യം വിഴുങ്ങിയത് അതിന്റെ ആഹാരത്തിന് വേണ്ടി മാത്രമാണെന്നാണ് യോനയുടെ Jonah ചിന്താഗതി. thought that earlier this fish has, swallowed me just for dinner. എന്നാൽ ഈ മത്സ്യത്തെ ദൈവം കൽപ്പിച്ചതാക്കിയതാണെന്ന് ഒരിക്കൽ പോലും ചിലപ്പോൾ അന്നേരം അദ്ദേഹം ചിന്തിച്ചു കാണത്തില്ല. Jonah has no idea that God is the one who has commanded this fish. ഇന്ന് പകൽക്കാലം നാം കടന്നു പോകുന്ന ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവത്താലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. This morning what you are going through, you don't know whether God has appointed this for you or not. കാരണം മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയപ്പെടുന്നത് അസാധ്യകരമായിരിക്കുന്ന Getting out കാര്യമാണ്. of a belly of a fish is an impossible task. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ പറയപ്പെടുന്നത്, എന്റെ പ്രാണനെ കുഴിയിലാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. That's why he says, Aliyah, my life is in the bottommost pit. അതുകൊണ്ടാണ് താൻ പറയുന്നത്, നീ എന്നെ സമുദ്രത്തിന്റെ മധ്യേ എന്നെ ആഴത്തിലിട്ട് കളഞ്ഞിരിക്കുന്നു That's എന്ന് why he says, you പറഞ്ഞിരിക്കുന്നത്. put me in the bottom of the sea. അതുകൊണ്ടാണ് താൻ പറയുന്നത്, പ്രവാഹങ്ങൾ എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരമാലകളും എന്റെ മീതെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. The waves of yours is going through me. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്ന ഒരു പരിതാപകരമായ സാഹചര്യം. I am in the uttermost difficult position in my life. ഇപ്പോൾ ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം സമുദ്രത്തിന്റെ ആഴങ്ങളോളം I എത്തിയിരിക്കുകയാണ്. am right at the bottommost parts of the sea. ഭൂമിയുടെ ഓടാമ്പലുകൾ പോലും എനിക്ക് വേണ്ടി അടച്ചു വെച്ചിരിക്കുന്ന സാഹചര്യം. Every opening of the earth is being shut up. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തിരിക്കുന്നു എന്ന് യോന പറയുക. So tired within me. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കരയുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, രക്ഷ യഹോവയുടെ പക്കൽ But നിന്ന് let me വരുന്നു. tell the people of God who are crying out to the Lord, Is- salvation belongs to the Lord. ഈ സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്നും മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ ചരിത്രത്തിലോ ലോകത്തിലോ ആർക്കും കഴിയത്തില്ല. Hallelujah. From the bottommost part of the sea, from the belly of fish, nothing in this world can save you. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ സമുദ്രവും ഈ മത്സ്യവും ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടതാണ്. Let me tell you this morning, this sea and this fish has been appointed by God. ഈ കലങ്ങി മറിയുന്ന തിരമാലകളുടെ മധ്യത്തിലും ഈ വലിയ മത്സ്യത്തിന്റെ അകത്തളങ്ങളിൽ നിന്നും നിനക്ക് രക്ഷപ്പെടുവാൻ സാധ്യതകൾ എല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. Hallelujah. From this roaring sea, from the belly of the fish, all ways of escape has been shut up for you. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവം ആ മത്സ്യത്തോട് കൽപ്പിക്കുകയാണ്, the Lord spoke to the fish and this fish omitted Jonah upon a dry land എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. Hallelujah. ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു. ദൈവം ഹല്ലേലൂയ യോനായെ ഒരു ഡ്രൈ ലാൻഡിൽ വന്ന് ഛർദ്ദിച്ചു. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റുകൾ നൽകുവാൻ ദൈവം ചിലതിനെ കൽപ്പിച്ചാക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പ്രിയപ്പെട്ടവരുണ്ട്? How many of you can believe that even in the bottommost part of the sea, when you cry unto the Lord has ways and plans to rescue you. ഈ സമുദ്രത്തിൽ നിനക്ക് ഡിറക്ഷൻ അറിയത്തില്ല, നിനക്ക് ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഈ സമുദ്രത്തിൽ എവിടെ കൊണ്ടുവന്ന് നിന്നെ ആക്കും എന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ ഈ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിനക്ക് കഴിയത്തില്ല. You have no directions, you don't know where you are going, you don't know what will take you. എന്നാൽ ഇന്ന് പകൽക്കാലം എല്ലാം അറിയുന്ന സകലത്തിന്റെ നിയന്ത്രിതാവായിരിക്കുന്ന ദൈവം ചിലതിനോട് കൽപ്പിക്കുകയാണ്, ചെല്ലണ്ടിയ സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്ന ദൈവം. But remember this one thing, Hallelujah. God knows everything and God knows where to take you from here. എത്തേണ്ടിയ സ്ഥലത്ത് കൊണ്ടെത്തിക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ പ്രൊവിഷനും പ്രൊട്ടക്ഷനും പീസും നിന്റെ ജീവിതയാത്രയിൽ ഈ സമുദ്രത്തിലെ കലങ്ങി മറിയുന്ന ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിലുണ്ട്. Bottommost part of the sea, in the roaring waves, Hallelujah. God has a way, God has a plan, God has a destination where He's going to take The same God is appointing you for a greater plan and for a greater project. Oh, വലിയ പ്ലാനും വലിയ പർപ്പസിനു വേണ്ടി ദൈവം നിന്നെ ഒരുക്കുകയാണ്. ഈ മത്സ്യത്തിന് അറിയത്തില്ല എവിടാ നിനവേ എന്നും തർശീശുമെന്നും മത്സ്യത്തിന് അറിയത്തില്ല. This fish doesn't know where Nineveh is, where Tarsus is. കാരണം മത്സ്യത്തിന്റെ കയ്യിൽ GPS ഓ ഗൂഗിൾ മാപ്പോ ഇല്ല എവിടെ കൊണ്ടിറക്കണമെന്ന്. This fish doesn't have a GPS or a Google map. എന്നാൽ ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ GPS ഉണ്ട് എന്ന് മറക്കരുത്. Hallelujah. Don't forget, Hallelujah, the God who created the fish, He has
a GPS. അതുകൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, this fish vomited Jonah into the dry land, the same place, the Nineveh. ദൈവം കറക്റ്റ് സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾക്കായി. അറിയത്തില്ല, മത്സ്യത്തിന് അറിയത്തില്ല എവിടെ കൊണ്ടെത്തിക്കണമെന്ന്, പക്ഷെ ദൈവത്തിന് അറിയാം ഈ ഡ്രൈ ലാൻഡ് നിനവയാണ്. ദൈവം കൽപ്പിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. Hallelujah. What God has commanded, that will happen. നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുക തന്നെ ചെയ്യും. If you pray, God will hear your prayer. നീ സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്ന് വിളിച്ചാൽ ദൈവം ചിലതിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യും. Even from the bottom of the sea, if you cry unto him, God will appoint something. ദൈവം അപ്പോയിന്റ് ചെയ്താൽ കറക്റ്റ് പ്ലേസിൽ നിന്നെ പ്ലേസ്മെന്റ് ചെയ്യും. If God appoints Aliyah, you will reach the right destination. ദൈവം അപ്പോയിന്റ് ചെയ്താൽ നിന്നെ നയിക്കേണ്ട പാത ദൈവത്തിന് അറിയാം. If God is appointed, God knows the way. നീ പോകുന്ന സമുദ്രം എത്ര കലങ്ങി മറിഞ്ഞതാണെങ്കിലും കൊണ്ടെത്തിക്കാനായിട്ടുള്ള വാഹനം ദൈവം നിനക്ക് വേണ്ടി No matter in നിയോഗിച്ചിട്ടുണ്ട്. what pit you are, Aliyah, but God has a way to pull you out.